കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കാം. മർക്കോസ് 10:17 വാക്യം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശം ആക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് വലിയൊരു പുരുഷാരം കർത്താവിനെ എപ്പോഴും അനുഗമിച്ചിരുന്നു. ചിലർ വചനം കേൾക്കുവാൻ വേണ്ടി അനുഗമിച്ചു, ചിലരാകട്ടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ വേണ്ടി അനുഗമിച്ചു, ചിലരാണെങ്കിൽ അവരുടെ ദീനങ്ങൾ സൗഖ്യമാക്കുവാൻ വേണ്ടി കർത്താവിനെ അനുഗമിച്ചു. അങ്ങനെ വലിയൊരു പുരുഷാരം കർത്താവിനെ അനുഗമിച്ചു. പലരും പല ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു. യഹൂദന്മാർ ചോദിച്ചു, പരീശന്മാർ ചോദിച്ചു, ന്യായശാസ്ത്രിമാർ ചോദിച്ചു. അതുപോലെ നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഭാഗത്തെ ഒരു യൗവനക്കാരൻ, ഒരു സമ്പത്തുള്ളവൻ, ഒരു പ്രമാണിയായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം വളരെ കാതലായ ഒരു ചോദ്യമാണ്. വലിയ പുരുഷാരം കർത്താവിനെ എപ്പോഴും അനുഗമിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ചത് 2 പേർ മാത്രമാണ്. ഒന്ന് ഈ യൗവനക്കാരൻ ചോദിച്ചു, ഒന്ന് വേറൊരു ന്യായശാസ്ത്രി ചോദിച്ചു. നിത്യജീവനെ അവകാശമാക്കുവാൻ എന്തു ചെയ്യണമെന്ന്, എന്തു നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. എന്നാൽ ഈ മനുഷ്യനാകട്ടെ ചോദിച്ചത് വളരെ സിൻസിയറായിട്ട്, നല്ല ഉദ്ദേശത്തോടു കൂടി നിത്യജീവൻ അവകാശമാക്കുവാൻ വേണ്ടി തന്നെയാണ് യേശുവിനോട് ഈ ചോദ്യം ചോദിച്ചത്. എന്നാൽ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതേ ചോദ്യം ചോദിക്കുന്ന ഒരു ന്യായശാസ്ത്രിയെ കാണാൻ കഴിയും. അദ്ദേഹം ആ ചോദ്യം കർത്താവിനോട് ചോദിച്ചത് കർത്താവിനെ പരീക്ഷിച്ച് ചോദിക്കുകയായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് എന്ത് ഉത്തരം പറയും, എങ്ങനെ കർത്താവിനെ വാക്കിൽ കൊടുക്കണം എന്നൊക്കെ അറിയേണ്ടതിനു വേണ്ടിയായിരുന്നു കർത്താവിനോട് ആ ചോദ്യം ചോദിച്ചത്. എന്നാൽ ഈ മനുഷ്യനാകട്ടെ, ഈ ചെറുപ്പക്കാരനാകട്ടെ, ഈ വലിയ പണക്കാരനാകട്ടെ, ഈ പ്രമാണിയാകട്ടെ കർത്താവിനോട് ചോദിച്ചത് വാസ്തവമായും തനിക്ക് നിത്യജീവനെ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കർത്താവിനോട് ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് കർത്താവിനോട് ചോദിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ എന്ത് ചെയ്യണമെന്ന്, എന്ത് കൽപ്പനയാണ് ഞാൻ പ്രമാണിക്കേണ്ടത് എന്ന് അവൻ ചോദിക്കുമ്പോൾ ഏത് കൽപ്പനയാണ് പ്രമാണിക്കേണ്ടത് അവൻ്റെ ചോദ്യത്തിന് തക്ക മറുപടി കർത്താവ് അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷം ഈ 10-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 10:17 മുതൽ 22 വരെ. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ച്, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവൻ ആകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. ഈ മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുന്നു. അവൻ എല്ലാ കൽപ്പനകളും അനുസരിച്ച് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവൻ്റെ ഉള്ളത്തിൽ അവനൊരു ചോദ്യം ഉയർന്നു. എന്താണ്? ഞാൻ ഈ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് എനിക്ക് നിത്യജീവൻ ലഭിക്കുമോ? അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി വേറെ എന്ത് കൂടുതലായിട്ട് എന്ത് കൽപ്പനയാണ്
ഞാൻ അനുസരിക്കേണ്ടത് എന്ന് കർത്താവിനോട് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് കൽപ്പനകളുടെ കാര്യം മാത്രം, അവൻ അങ്ങനെ ചോദിച്ചതുകൊണ്ട് അതിൻ്റെ കാര്യം മാത്രം കർത്താവ് അവനോട് പറയുന്നു. നമുക്ക് കൽപ്പനകൾ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 കൽപ്പനകൾ. അതിൽ ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളതായിരുന്നു. അത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നീ ഒരു വിഗ്രഹത്തെ സേവിക്കരുത്, എൻ്റെ നാമം വൃഥ എടുക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ 4 ദൈവത്തോടുള്ള ബന്ധത്തിലും പിന്നെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യരോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ബന്ധത്തിൽ ബാക്കി 6 കൽപ്പനകളും അവിടെ കൊടുക്കുന്നു. അങ്ങനെ 10 കൽപ്പനകൾ. അപ്പോൾ കർത്താവിനോട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കർത്താവ് ഈ 2ാം ഭാഗത്തെ കൽപ്പനകളാണ് അവനോട് പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഇതൊക്കെയും ചെറുപ്പം മുതലേ ആചരിച്ചു പോരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, എന്നാൽ നിനക്ക് ഒരു കുറവുണ്ട്, എന്ത് ചെയ്യണം, നീ വിറ്റ് കർത്താവ് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക്, മനുഷ്യരോടുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ പറയുന്നു, ഇതെല്ലാം ഞാൻ ആചരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നിനക്കുള്ള സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ അവന് അവിടെ എഴുതിയിരിക്കുന്നത്, അവന് വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായിപ്പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ആദ്യത്തെ കൽപ്പനയായ യഹോവ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ നാം ഹൃദയത്തിൽ അല്ലെങ്കിൽ അന്ന് ന്യായപ്രമാണം കൽപ്പന അനുസരിച്ച് അവൻ്റെ ഹൃദയത്തിൽ ഒരു അന്യദൈവം ഇരിപ്പുണ്ടായിരുന്നു. ഈ സമ്പത്തായിരുന്നു അവൻ്റെ ദൈവം. അതായത് ഈ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവൻ ദുഃഖിച്ച് വിഷാദിച്ചു പോയത്. ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നുള്ള ആദ്യ കൽപ്പന അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ അവസാന കൽപ്പന, ഈ 6ാമത്തെ കാര്യങ്ങൾ അനുസരിക്കുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ സമർത്ഥിച്ചിരുന്നത്, അവൻ അവിടെ വെച്ചിരുന്നത് ഈ സമ്പത്തെന്ന ദൈവത്തെ ആയിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തായിരുന്നു. അവൻ്റെ ഉള്ളത്തിൽ മോഹമായിരുന്നു, അവൻ്റെ ഉള്ളത്തിൽ അത്യാഗ്രഹമായിരുന്നു, അവൻ്റെ ഉള്ളത്തിൽ ഈ കൽപ്പനകളൊക്കെ അനുസരിച്ചിരുന്നു. എങ്കിലും ദൈവത്തോട് അവനൊരു പ്രീതിയോ ഒരു സ്നേഹമോ ദൈവത്തോട് ബഹുമാനമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന് ദുഃഖിതനായി പോകേണ്ടതായിട്ട് വന്നത്. എന്നാലും നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഒരു ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു 1ാമത്തേതും വലിയതുമായ കൽപ്പന. 2ാമത്തേതോ അതിനോട് സദൃശം, നിൻ്റെ അയൽക്കാരനെ നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ ന്യായപ്രമാണങ്ങളും പ്രവാചകന്മാരും എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നുവെന്ന്. അപ്പോൾ കർത്താവ് പുതിയ നിയമത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പന തന്നെയാണ് പുതിയ നിയമത്തിൽ യേശുവും പറയുന്നത്. ആ 10 കൽപ്പനകൾ, ആദ്യത്തെ 4 കൽപ്പന കർത്താവ് പറയും, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കാൻ. 2ാമത് പറയുന്നത്, 2ാമത് അതിനോട് സമം നിൻ്റെ അയൽക്കാരനെ. ഈ 10 കൽപ്പനകളും കൂടെ കർത്താവ് ഒരുമിച്ച് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലും അതുതന്നെയാണ്, കർത്താവിനെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, സഹോദരനെ കരുതുക. എന്നാൽ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിച്ചു എന്തെങ്കിലും നന്മ ചെയ്ത് നിത്യജീവൻ അവകാശമാക്കാമെന്ന്. എന്നാൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുവാനാണ് കർത്താവിൻ്റെ മറുപടിയിൽ കൂടി അവനോട് കർത്താവ് സംസാരിച്ചത്. അപ്പോൾ അവൻ വിഷാദിച്ച്, അവൻ എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്, അതിനുവേണ്ടി അവൻ്റെ ആ വിഗ്രഹത്തെ ഹൃദയത്തിൽ നിന്ന് മാറ്റി കർത്താവിന് സ്ഥാനം കൊടുക്കുവാൻ അവന് സമ്മതമായിരുന്നില്ല. അവൻ ദുഃഖത്തോടെ പോയി. നമുക്കിനി വേറൊരാളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനത്തിൽ കാതലായ ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കിടപ്പുണ്ട്. അവിടെ കിടക്കുന്നത് എന്തോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ നിത്യജീവനെ പറ്റി പറയുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, കാരണം പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്.
അതായത് ഈ ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. ഈ ലോകമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യവർഗം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അവരോടുള്ള സ്നേഹം നിമിത്തം അവർ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ലോകത്തിന് നൽകി. ആ അയച്ച പുത്രനിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് എന്ന് കർത്താവ് ഈ പ്രധാനപ്പെട്ട വാക്യത്തിൽ കൂടി നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. വളരെ ചന്തമായിട്ട് കർത്താവ് അവിടെ പറയുകയാണ്. എപ്പോഴാണ് കർത്താവ് ഇത് പറയുന്നത്? ഇവിടെയും ഒരു മനുഷ്യൻ കർത്താവിനെ അപ്രോച്ച് ചെയ്യുന്നു രാത്രി സമയത്ത്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു പരീശ പ്രമാണി, ഒരു ഉപദേഷ്ടാവ്, അന്നത്തെ സൻഹെദ്രിൻ സംഘത്തിലുണ്ടായിരുന്ന 71 പേരിൽ അന്ന് ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്ന ആ സംഘത്തിലെ ഒരംഗമായിരുന്നു ഈ നിക്കോദിമോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, നീ ദൈവത്തിൽ നിന്ന് വന്നവൻ തന്നെയാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അവിടെ ഉയർത്തി പറയുന്നുണ്ട്. അവൻ ഉപദേഷ്ടാവാണ്, പ്രമാണിയാണ്, പരീശനാണ്, എല്ലാ പ്രമാണങ്ങളും മുഴുവനും അതുപോലെ പഠിപ്പിക്കുന്ന മനുഷ്യനാണ്. അവൻ കർത്താവിനെ ഉയർത്തുന്നു സ്വർഗത്തിൽ. എന്നിപ്പോൾ കർത്താവ് പറയുന്നു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന്. അവിടെ പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ, നീ പ്രമാണിയായിരിക്കാം, നീ പ്രമാണങ്ങൾ ദൈവജനങ്ങളെ പഠിപ്പിക്കുന്ന ആളായിരിക്കാം, പിന്നെ ഒരു പരീശനായിരിക്കാം, എന്നാൽ പരീശ ഭക്തി നിനക്കുണ്ടായിരിക്കാം, പ്രമാണങ്ങളൊക്കെ അതുപോലെ ആചരിക്കുന്ന മനുഷ്യനായിരിക്കാം, എന്നാൽ വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ പറ്റുകയില്ല, ദൈവരാജ്യത്തിൽ കടക്കുവാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ നിത്യജീവന് അവകാശിയാകുവാൻ പറ്റുകയില്ല എന്ന് ഈ മനുഷ്യനോട് കർത്താവ് അവിടെ പറയുകയാണ്. അന്നേരം അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇനി ഇത്രയും പ്രായമായിട്ട് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ, വൃദ്ധനായ ശേഷം എങ്ങനെയാണ് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നു, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്ക് അറിയത്തില്ലേ എന്ന് പറയുന്നു. എന്നിട്ട് കർത്താവ് വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല എന്ന്. വെള്ളമെന്ന് പറയുന്നത് ദൈവവചനത്തെയാണ്. അവിടെ വെള്ളമെന്ന് ചില സ്ഥാനങ്ങൾ വെള്ളമെന്ന് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നത് ദൈവവചനത്തെയാണ്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ അവളെ വചനമെന്ന് ജലസ്നാനത്താൽ വെടിപ്പാക്കി. അവൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു, അവൾ എന്ന് പറഞ്ഞ സഭയെ വെടിപ്പാക്കുന്നത് വചനമെന്ന് വചനത്താൽ വെടിപ്പാക്കുന്നുവെന്ന്. അപ്പോൾ ഇവിടെ വെള്ളം എന്ന് പറയുന്നത് വചനത്താലും ആത്മാവിനാലും, പരിശുദ്ധാത്മാവാണ് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്ത് ദൈവവചനം കേൾക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വചനത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവ് താഴോട്ട് പറയുന്നു, മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയുന്നു. മരുഭൂമിയിൽ പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് എതിരായിട്ട് പിറുപിറുത്തു. അവർ ദൈവത്തിൻ്റെ നടത്തിപ്പിനെതിരായിട്ട് പിറുപിറുത്തപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ യഹോവയായ ദൈവം അവർ ചെയ്ത പാപത്തിൻ്റെ ഫലമായി അവരെ കടിക്കുവാൻ സർപ്പത്തെ അയച്ചു. അപ്പോൾ സർപ്പത്തെ അയച്ചപ്പോൾ അവർ മോശയോട് നിലവിളിച്ചു. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു താമര സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തുവാൻ പറഞ്ഞു, അതിൽ നോക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കൾ ആ സർപ്പത്തെ നോക്കിയപ്പോൾ അവർക്ക് സൗഖ്യം വന്നു. കർത്താവ് ഇവിടെ ഈ 3-ാം അധ്യായത്തിൻ്റെ അവിടെ 14-ാം വാക്യത്തിൽ പറയുന്നു, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയുന്നു. അതായത് പാപം അവർ ചെയ്തപ്പോൾ, അനുസരണക്കേട് കാണിച്ച് സർപ്പം അവരെ കൊത്തിയപ്പോൾ, അവർ മരിച്ചു വീണപ്പോൾ ബാക്കിയുള്ളവർ ആ താമ്ര സർപ്പത്തെ നോക്കി അവർ സർപ്പത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുപോലെ പാപത്തിൽ മരിച്ചവരായ മനുഷ്യർ, പാപത്തിൽ മരിച്ചവരായ സർപ്പം ഉപായത്താൽ നമ്മളെ പാപികളാക്കി, ഹൗവയിൽ കൂടെ നമ്മളെയും പാപികളാക്കിയതുപോലെ
പാപത്തിൽ ജനിച്ചവരായ നാം കാൽവറിയിൽ ഉയർക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ നാം നോക്കുമ്പോൾ, മരുഭൂമിയിൽ മോശ ഉയർത്തിയ താമ്ര സർപ്പത്തെ ഇസ്രായേൽ മക്കൾ കണ്ട് അവർ വിടുതൽ പ്രാപിച്ചതുപോലെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന സ്വന്തം പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർത്ത അവിടെ ഉയർത്തിയ യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ നിത്യജീവൻ പ്രാപിക്കുമെന്നാണ് യേശു അവിടെ പറഞ്ഞത്. ഈ 3-ാം അധ്യായം യോഹന്നാൻ 3-ന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ യോഹന്നാൻ 3-ന്റെ 14-15 ഇങ്ങനെ പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു തന്നെ. അപ്പോൾ ഈ കാൽവറിയിൽ ഉയർത്തപ്പെട്ട, കാൽവറി യാഗമായി തീർന്ന, മനുഷ്യരാശിക്ക് വേണ്ടി യാഗമായി തീർന്ന, നമ്മോടുള്ള സ്നേഹ നിമിത്തം തൻ്റെ പുത്രനെ യാഗമായി തീർത്ത പുത്രനിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ്റെ അവകാശികളായിത്തീരുന്നു. നമ്മൾ നശിച്ചു പോകാതെ നിത്യജീവൻ്റെ അവകാശികളായിത്തീരുന്നുവെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നശിച്ചു പോകാതിരിക്കുവാനാണ്, നാശത്തിലേക്ക്, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി, ആത്മീക മരണം, ശാരീരിക മരണം, ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വെടിവെച്ച് കാൽവറിയിലെ യേശുവിൻ്റെ മരണം മൂലം നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് നിത്യജീവൻ തന്നു. നമ്മളെല്ലാവരും, ദൈവജനം പറയുന്ന റോമർ 3-ന്റെ 23 പറഞ്ഞ്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. എല്ലാവരും പാപം ചെയ്തവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ കർത്താവ് നമ്മളെ നിത്യജീവനെ അവകാശികളാക്കി തീർത്തു. അതാണ് നമുക്ക് കാണുവാൻ കഴിയും. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്ന, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നമുക്ക് നിത്യജീവനെ തന്നു എന്ന്. അതുതന്നെയാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അവിടെ പറയുന്നത്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇവിടെ പറഞ്ഞ് യേശു ക്രിസ്തു നിത്യജീവനാകും. നമുക്ക് വേണ്ടി കാൽവറിയിൽ തൂങ്ങപ്പെട്ട യേശു ക്രിസ്തുവാണ് നമ്മുടെ നിത്യജീവൻ എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കാൽവറിയിൽ മരിച്ച കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ യേശുവാകുന്ന സുവിശേഷത്തിൽ, യേശുവാകുന്ന വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മളെ നിത്യജീവനെ അവകാശികളായിത്തീരുന്നു. അതാണ് യോഹന്നാൻ 3:14 നമ്മൾ വായിച്ച്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന്. അപ്പോൾ നമ്മുടെ നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ് നിത്യജീവൻ. നിത്യമായ ജീവൻ അവനിലുണ്ട്. അത് കർത്താവ് തന്നെയാണ് നിത്യജീവൻ. അത് നമുക്ക് വീണ്ടും 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അതായത് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ദൈവപുത്രനാണ് എൻ്റെ പാപത്തിന് യാഗമായി തീർന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ, യേശുവാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ചിലർ പറയും മരിച്ചു കഴിഞ്ഞിട്ടാണ് നിത്യജീവൻ ലഭിക്കും. ചില മരണ ശുശ്രൂഷകളിലേക്ക് ഒടുവിൽ പറയുന്നത് ഇങ്ങനെ, ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, ഇവർ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരിക്കലുമല്ല. നമ്മൾ വായിച്ച ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവാണ് നിത്യജീവൻ. ഈ കർത്താവായ നിത്യജീവൻ എന്ന് പറഞ്ഞ കർത്താവാണ് ജീവൻ. 1 യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, യേശുവിൽ ജീവനുണ്ട്. അവന് സമൃദ്ധിയായ ജീവൻ നമ്മുടെ കർത്താവിലുണ്ട്. അവനിൽ ജീവനുണ്ട്. പിതാവ് തന്നെയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവനിൽ ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഈ ജീവനുള്ള
ഈ സത്യദൈവമായ ക്രിസ്തു തന്നെ, യേശു തന്നെയാണ് നിത്യജീവൻ. ആ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മളെ നിത്യജീവനെ നമ്മൾ അവകാശികളായി തീരുന്നു. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതൊരു ഇറ്റേണൽ ലൈഫ് ഇസ് എ ഗിഫ്റ്റ്. ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ്. നല്ല പ്രവൃത്തികൾ കൊണ്ട് നമുക്കത് അവകാശമാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ കൽപ്പനകളും അല്ലെങ്കിൽ കർമ്മങ്ങളും ഒക്കെ ചെയ്ത് കിട്ടുന്നതല്ല നിത്യജീവനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ നമുക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ഈ ലഭിച്ച നിത്യജീവൻ നമ്മുടെ മരണം കൊണ്ട് പോകുന്നതാണോ? ഒരിക്കലുമല്ല. കാരണം ദൈവവചനം പറയുന്നു, ഈ നിത്യജീവൻ എന്ന് പറഞ്ഞ് നിത്യതയോളം നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയും കർത്താവിനോടുള്ള നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തുകയും നമ്മളെ നിത്യമായി കർത്താവിനോടുകൂടെ വാസവും ചെയ്യിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ. ദൈവവചനം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 11:25-26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. കർത്താവ് പറയുക, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം, ഞാൻ തന്നെയാണ് ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് പറയുന്നു. അതാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് നിത്യജീവൻ ലഭിക്കും. അത് മരിച്ചു കഴിഞ്ഞ് ലഭിക്കുന്നതല്ല, മരണത്തോടുകൂടി പോകുന്നതുമല്ല. എന്നാൽ ഈ നിത്യജീവൻ്റെ പ്രത്യേകത എന്താണ്? നിത്യജീവൻ എന്ന് പറയുമ്പം നമുക്കത് എന്നേക്കുമായി കർത്താവിനോടുകൂടെ ജീവിക്കാം എന്നുള്ളത് മാത്രമാണ് അല്ല, അതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്? നിത്യജീവൻ. ഞാൻ നിത്യജീവൻ ഈ ലോകത്തിൽ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ അവകാശികളായി തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ ജീവൻ തന്നെയാണ്, കർത്താവിൻ്റെ പ്രകാശം തന്നെയാണ്. ആ കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ പ്രകാശിച്ചിട്ട് നമ്മളിൽ പ്രകാശം ഉദിക്കുകയും കർത്താവിനെ മനസ്സിലാക്കേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കുകയും കർത്താവിൻ്റെ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നു, അവൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു, അവൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നു, അവൻ്റെ പ്രസൻസ് ആവശ്യമായ അവസരങ്ങളിലെല്ലാം നേരങ്ങളിലെല്ലാം അവൻ്റെ പ്രസൻസ് നമുക്ക് ലഭിക്കുന്നു. നമ്മളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, നമുക്ക് നേർവഴിയിൽ നടത്തി. ഇതെല്ലാം ആ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത് ഭയഭക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതുതന്നെയല്ല, നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പർപ്പസ് ചെയ്തെടുക്കുവാൻ തക്കണം ഒരു സമർപ്പണ ജീവിതം നയിക്കുവാൻ ഈ നിത്യജീവൻ നമ്മളെ സഹായിക്കും. അങ്ങനെ ഈ ലോകത്തിൽ കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവരായി, ഈ ലോകത്തിൻ്റെ സൃഷ്ടതാവിന് ഇഷ്ടം ചെയ്യുന്നവരായി നിത്യജീവൻ അവകാശികളാവുമ്പോൾ കർത്താവ് നമ്മളെ ആക്കും. അതുതന്നെയല്ല, നമ്മുടെ നിത്യതയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ ദൈവത്തിൻ്റെ ആക്ഷരികമായ പ്രസൻസിൽ നമുക്ക് ജീവിക്കുവാനും സഹായിക്കും. അതാണ് നിത്യജീവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, എനിക്ക് പാപക്ഷമ തന്നു, ഞാൻ കർത്താവിൻ്റെ മകളായി തീർന്നു, എനിക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലാം, അതുകൊണ്ടങ്ങ് തീർന്നു. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ ജീവൻ തന്നെ നമുക്ക് പകർന്നു തന്നു എന്ന്. ആ കർത്താവിൻ്റെ ജീവൻ തന്നെയാണ് കർത്താവ് നമുക്ക് പകർന്നു തന്നുള്ളത് നാം വിശ്വസിക്കണം. വെറൊരു പാപക്ഷമ മാത്രമല്ല കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കർത്താവ് തന്നെ എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നു. കർത്താവാണ്, കർത്താവിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. സത്യദൈവവും കർത്താവുമായ പുത്രനായ സത്യദൈവമായ ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയാണ് എന്നിൽ വസിക്കുന്നത് എന്നുള്ള ആ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ നിത്യജീവനെ പറ്റി തന്നെ കർത്താവ് തന്നെ പറയുന്നുണ്ട് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അവിടെ പറയുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ദൈവത്തെയും ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവനെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെയാണ്, ആൻഡ് ദിസ് ഈസ് ഇറ്റേണൽ ലൈഫ്, ദാറ്റ് ദേ മേ നോ യു
the only true God and Jesus Christ whom you have sent. എന്താണ് നിത്യജീവനെന്ന് അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിനെ അറിയുന്നതാണ് നിത്യജീവനെന്ന് യേശു തന്നെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: Now Adam knew Eve his wife, and she conceived and bore Cain. കർത്താവ് പറഞ്ഞു, ദൈവത്തെയും ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ആണ് ഇവിടെ എഴുതിയത്. Now Adam knew Eve his wife, and she conceived and bore Cain. ആദാം ഹവ്വയെ അറിഞ്ഞു, അതുകൊണ്ട് ഹവ്വയ്ക്ക് കൈൻ ജനിച്ചു. അങ്ങനെയാണ് അറിയുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത്? അല്ല. അറിഞ്ഞ കേവലം അറിവ് കൊണ്ടാണ് അവിടെ പുത്രൻ ഉണ്ടായത്? അല്ല. അതിൻ്റെ അർത്ഥം എന്ത്? അറിയുക എന്നുള്ളതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ പേഴ്സണലായിട്ടുള്ള, ആദമുമായിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂടിയാണ് അവൾക്ക് മകനുണ്ടായത്. അപ്പോൾ യേശു പറയുകയാണ്, പിതാവായ ദൈവത്തെ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ നാമം ദൈവവുമായിട്ട് ഒരു ക്ലോസ് ആയിട്ടുള്ള, വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള, വളരെ പേഴ്സണലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് നിത്യജീവനെന്ന് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവുമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെയാണ്, അങ്ങതിൽ കൂടി അതിനെയാണ് കർത്താവിടെ നിത്യജീവൻ. വെറുതെ വന്ന് ദൈവത്തെക്കുറിച്ച് കുറേ അറിവല്ല, ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ല നിത്യജീവൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകൊണ്ട് പാപക്ഷമ നമുക്ക് ലഭിക്കയില്ല. ഏതെങ്കിലും ആരാധനയിൽ പോയി പങ്കുകൊള്ളുന്നത് കൊണ്ടൊന്നും പാപക്ഷമ നമുക്ക് ലഭിക്കയില്ല. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ആ കർത്താവിനെ വിശ്വസിച്ച് കർത്താവുമായിട്ടൊരു ബന്ധം, ആഴമായ ബന്ധമുണ്ടായിരിക്കണമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്താണ് നിത്യജീവൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവിനെ നമ്മൾ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനായ വന്ന യേശു, ദൈവപുത്രനായ യേശു, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്ന നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹായം ചെയ്യുവാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലതിലും നമ്മെപ്പോലെ പരീക്ഷ സഹിച്ചവനാണ്. നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളും പാപം ഒഴികെ നമ്മുടെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് ജീവിച്ച ആളാണ് കർത്താവ്. ആ മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക, കർത്താവിൽ ബലപ്പെടുക, ദൈവഭയത്തോടുകൂടി ജീവിക്കുക, നമ്മുടെ ബഹുമാനം എല്ലാം കർത്താവിന് കൊടുക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ ദൈവപുത്രനായ യേശു, കർത്താവ് ദൈവമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസ് കർത്താവിനോട് ഒരു സമയത്ത് ചോദിക്കുന്നു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ഇത്ര നാളും നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നിങ്ങളെന്നെ അറിഞ്ഞില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ അപ്പോൾ പിതാവ് ദൈവപുത്രൻ തന്നെ മനുഷ്യനായിരുന്നു, അപ്പോൾ തന്നെ ദൈവപുത്രനുമായിരുന്നു. വീണ്ടും കർത്താവ് യോഹന്നാൻ 10:30 പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ ഈ ദൈവപുത്രനായ യേശു, ഈ മനുഷ്യപുത്രനായ യേശുവിൽ നമ്മൾ ആശ്രയിക്കുകയും ആ ദൈവത്തോടുള്ള ഫെലോഷിപ്പിൽ നമ്മളാകുന്നതാണ് നിത്യജീവനെന്ന്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പിൽ ആകുന്നതാണ് നിത്യജീവനെന്ന് ഇവിടെ കർത്താവ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലും ആ പ്രമാണിയായ മനുഷ്യൻ പറഞ്ഞ സമ്പത്തുള്ള മനുഷ്യൻ കൂട്ട് എന്തെങ്കിലും കൽപ്പനകൾ ആചരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിക്കോദിമോസ് ചെയ്തതുപോലുള്ള മനുഷ്യൻ്റെ കൂട്ട് ദൈവവചനം പഠിപ്പിക്കുന്നത് കൊണ്ടോ അതിൽ വളരെയധികം അതിൻ്റെ സ്കോളർ ആയതുകൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. എന്തെങ്കിലും പ്രമാണങ്ങൾ ആചരിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം. കേവലം ആരാധനയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ അങ്ങനെയൊന്നും കിട്ടുന്നതല്ല. നിത്യജീവൻ അങ്ങനെയുള്ള നീതികൾ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല നിത്യജീവൻ. വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് ദൈവവചനത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം
3-ാം അധ്യായം 4-6 വരെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും ദയയും കരുണയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രകാരമല്ല, അവൻ്റെ കരുണപ്രകാരമത്രേ അവൻ നമ്മളെ രക്ഷിച്ചത്. അവൻ്റെ കരുണപ്രകാരം, നമ്മുടെ നീതി പ്രകാരമല്ല, അവൻ്റെ കരുണപ്രകാരം നമ്മളെ രക്ഷിച്ചു. പിന്നെ എന്തിനാ നീതീകരിക്കപ്പെട്ടത്, എന്തിനാണെന്ന് ബാക്കി താഴോട്ട് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് നമ്മളെ എങ്ങനെ നീതീകരിച്ചത്? അവൻ്റെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അവൻ്റെ കരുണ നമ്മുടെ മേൽ കാണിച്ചത്, അവൻ്റെ ക്ഷമ നമ്മുടെ മേൽ കാണിച്ചത്, അവൻ്റെ ദയ നമ്മുടെ മേൽ പകർന്നത് നമ്മൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കാണിച്ച ദയ, ക്ഷമ, കാരണം ഇതെല്ലാം നമ്മളെ നിത്യജീവൻ പ്രാപിക്കുക, ദൈവത്തിൻ്റെ ജീവൻ തന്നെ നമുക്ക് തരേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ച്. ഇത് വെറുതെ ഒരു ഹസ്ബൻഡ് പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഭാര്യയും പോകുന്നു, അതുകൊണ്ട് നിത്യജീവൻ ലഭിക്കുമോ? ഇല്ല. കുഞ്ഞുങ്ങൾ നല്ല ആരാധന ഉള്ളിടം, നല്ല വർഷിപ്പ് ഉള്ളിടം നോക്കി പിള്ളേർ പോകാറുണ്ട്, അതിൻ്റെ പുറകെ പേരൻസും പോകാറുണ്ട്. അങ്ങനെ പോയത് കൊണ്ട് നിത്യജീവൻ ലഭിക്കുമോ? ഇല്ല. അങ്ങനെ ഒന്നും ലഭിക്കുന്നതല്ല നിത്യജീവൻ. കാൽവറിയിൽ ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിനെ നോക്കി ആ ആ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ആ സമയം തന്നെ ആ കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നാം ആകുമ്പോൾ ആ സമയം തന്നെ ലഭിക്കുന്നതാണ് നിത്യജീവൻ. അത് നമ്മുടെ മരണം കൊണ്ട് മാറുന്നതല്ല, അത് തന്നെയല്ല മരിച്ചു കഴിഞ്ഞ് കിട്ടുന്നതുമല്ല നിത്യജീവൻ. നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കാം. നമുക്ക് 1-ാം നൂറ്റാണ്ടിൽ, ആദ്യത്തെ ഫസ്റ്റ് സെഞ്ച്വറിയിലെ മനുഷ്യരിൽ അന്ന് നമ്മൾ നോക്കും, ദൈവവചനം വളരെ അധികമായി പ്രചരിക്കപ്പെട്ടു. 3000 പേര് സ്നാനപ്പെട്ടു, കർത്താവിൽ വിശ്വസിക്കുന്നു, 5000 പേരായി തീരുന്നു. അന്ന് ഇന്നത്തെ പോലുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പം, അന്ന് റേഡിയോ ഇല്ല, ടെലിവിഷൻ ഇല്ല, ഇൻ്റർനെറ്റിലില്ല. അന്നത്തെ കാലത്ത് ഇന്നത്തെക്കാട്ടിൽ അധികമായി ഇതിൽ സുവിശേഷം പ്രചരിക്കുവാനിടയായി. കാരണം ഇന്നത്തെ പോലുള്ള പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മീൻസ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? കാരണം ആഴമായ ഒരു ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായിരുന്നു അന്നുള്ള ശിഷ്യന്മാരെല്ലാവരും. അവരെല്ലാം യേശുവായിട്ട് വാസ്തവമായിട്ട് ഒരു ബന്ധത്തിൽ വന്നവരായിരുന്നു. അതുകൊണ്ട് തിരുവചനം അന്ന് വളരെയധികം ഘോഷിക്കപ്പെടുക, അനേകർ കർത്താവിങ്കിലേക്ക് തിരിയുവാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ആ മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചുവെങ്കിലും കർത്താവിന് സ്ഥാനം കൊടുക്കാൻ കഴിയാത്തത് കാരണം അവൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള വിഗ്രഹങ്ങളായിരുന്നു. അവൻ വിഷാദത്തോടെ പോകേണ്ടി വന്നു. എന്നാൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ആ മനുഷ്യനൊരു ബോധം ഉണ്ടായി അവന് നിത്യജീവൻ ലഭിച്ചിട്ടില്ല എന്ന്. നമ്മുടെ ഹൃദയത്തോട് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം, നിത്യജീവനെ നിങ്ങൾ അവകാശമാക്കിയിട്ടുണ്ടോ എന്ന്. ഇല്ല എങ്കിൽ ഈ കാൽവറിയിൽ ഉയർത്തപ്പെട്ട യേശുവിലേക്ക് നോക്കി പാപക്ഷമ പ്രാപിച്ച ആ ജീവൻ, കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലായി നമുക്ക് നിത്യജീവനെ അവകാശികളായി തീരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വലിയ വചനത്തിനായിട്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ അടിയനെയും സഹായിച്ചു. കർത്താവെ, ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. എല്ലാവരും നിത്യജീവൻ്റെ അവകാശികളായി തീരും, ആ ജീവൻ പ്രാപിച്ചവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.